ഇന്ത്യൻ 2 സിനിമയുടെ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. കമൽഹാസനെ കൂടാതെ സിദ്ധാർത്ഥ്, സമുദ്രഖനി, നെടുമുടി വേണു, വിവേക്, മനോബാല, ബോബി സിംഹ, പ്രിയ ഭവാനി ശങ്കർ, ബ്രഹ്മാനന്ദൻ തുടങ്ങിയ നീണ്ട താരനിരയാണ് ഈ ഒരു സിനിമയിലുള്ളത്. അതുപോലെ എസ്.ജെ. സൂര്യ വില്ലനായിട്ട് ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ കമൽഹാസൻ്റെ ടൈറ്റിൽ കാർഡൊക്കെ കിടലിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ സിദ്ധാർത്ഥിൻ്റെ സീൻസും കമൽഹാസൻ്റെ സേനാധിപതി എന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീനും അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി. സിനിമയുടെ ആദ്യ പകുതിയിൽ അത്യാവശ്യം ലാഗൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിരുന്നു. സിനിമയുടെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു. കുറച്ച് ആക്ഷൻ സീക്വൻസൊക്കെ സിനിമയുടെ സെക്കൻഡ് ഹാഫിലുണ്ട്. മൊത്തത്തിൽ സിനിമയിലേക്ക് വരികയാണെങ്കിൽ കമൽഹാസൻ്റെ സേനാധിപതി എന്ന ക്യാരക്ടറായിട്ടുള്ള മേക്കപ്പൊക്കെ ചില സീനിൽ നന്നായിട്ടുണ്ടെങ്കിലും ചില സീനിന് വളരെ ബോറിംഗ് ആയിട്ട് തോന്നി. വിവേക്, നെടുമുടി വേണു എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ AI ടെക്നോളജി ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ AI ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. പ്രത്യേകിച്ച് വിവേകിൻ്റെ സീൻസൊക്കെ തിയേറ്ററിൽ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അതുപോലെ ബോബി സിംഹ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഈ ഒരു സിനിമയിൽ ഒരു മെയിൻ ലീഡാണ്. അദ്ദേഹം കുഴപ്പമില്ലാതെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മികച്ചതാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ത്യ 2. ആ ഒരു സിനിമയെ ഒരിക്കലും ബീറ്റ് ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. കാരണം ഒരുപാട് ഇല്ലോജിക്കൽ സീൻസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. ചില സീനുകളുടെ ലോജിക്കില്ലായ്മയൊക്കെ നമുക്ക് ക്ഷമിക്കാമെന്ന് കരുതിയാലും ചിലതും നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അനിരുദ്ധിൻ്റെ BGMയിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അനിരുദ്ധിൻ്റെ BGMയിൽ കിട്ടിയിട്ടില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ പല സീനുകളും ഡൗൺ ആകുമ്പോൾ അനിരുദ്ധിൻ്റെ BGM കൊണ്ട് ആ ഒരു സീനെ ഹൈ ആക്കാനൊന്നും അനിരുദ്ധിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അനിരുദ്ധ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത പല സിനിമകളിലും സീനുകളൊക്കെ ഡൗൺ ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ BGMയിൽ ഒരു ഇമ്പാക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊന്നും ഇന്ത്യൻ 2 വന്നിട്ടില്ല. അതുപോലെ ഈ ഒരു സിനിമയിലെ പല സീനുകളിലും ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. സിനിമയിലെ പോസിറ്റീവ് എന്ന് പറയാൻ സിനിമയുടെ ടൈലൻഡിൽ കാണിച്ച ഇന്ത്യൻ 3യുടെ ട്രെയിലർ മാത്രമാണ് സിനിമയിലെ ഏക പോസിറ്റീവ് ഘടകം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കഥയൊക്കെയാണ് ഇന്ത്യൻ 3യിൽ പറയാൻ പോകുന്നതെന്ന് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ 3 എന്ന സിനിമ അടുത്ത വർഷം ജനുവരി മാസത്തിലാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ആ ഒരു സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യൻ 2 സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.